സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വട്ടാണെന്ന്, കാശിൻ്റെ അഹങ്കാരമാണെന്നൊക്കെയാണ് കേൾക്കുന്നവർ പറയുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ സ്വപ്നം തന്നെയായിരുന്നു എനിക്ക് വലുത്. അത് ഏത് വിധേനയും അത് എത്തിപ്പിടിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഞാൻ കഷ്ടപ്പെട്ടതും അല്ല. ആ ഏജൻസിയിൽ അതും എറണാകുളത്തുള്ള ഏജൻസി ആയിരുന്നു. അവിടെ കൊണ്ടേ കൊടുത്തു. അവരും വലിയ വാഗ്ദാനങ്ങളൊക്കെ തന്നു. അവരും അവിടെ നിന്ന് എല്ലാം അയച്ചു, എല്ലാം കഴിഞ്ഞു. പക്ഷേ അതും ഒരു വർഷമായിട്ടും ഒരു അനക്കവും ഇല്ലായിരുന്നു. ഒരു 1.5 വർഷമായപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പൈസ തിരിച്ചു ചോദിച്ചപ്പോൾ പിന്നെ അവർ തരാൻ കൂട്ടാക്കിയില്ല. അവസാനം പിന്നെ അങ്ങോട്ട് വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്യും, അങ്ങനെ ഇങ്ങനെ ഭീഷണിയും കാര്യങ്ങളൊക്കെ. അവസാനം പിന്നെ ഒരു 1.5 വർഷം കൊണ്ടാണ് അവരെനിക്ക് എൻ്റെ 1.5 ലക്ഷം എനിക്ക് തന്ന് തീർത്തത്. അങ്ങനെ അതും കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഒരു ഏജൻസിയെക്കുറിച്ച് ഞാൻ പത്രത്തിൽ ആഡ് കണ്ടിട്ട് ഞാൻ പോകുന്നത്. അത് എറണാകുളത്തുള്ളൊരു ഏജൻസി തന്നെയാണ്. അവർ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണ്. അതായത് ഞാൻ പത്രത്തിൽ പരസ്യം കണ്ടിട്ടാണ് ഞാൻ പോകുന്നത്. അവിടുത്തെ ഒരു കമ്പനിയിലെ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇൻ്റർവ്യൂ ചെയ്ത് ആൾക്കാരെടുക്കുകയാണ്. അപ്പം അങ്ങനെ ആ പരസ്യം കണ്ടിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നതും. അതിന് നമുക്ക് പൈസ ചിലവൊന്നുമില്ല. അവിടെ രജിസ്റ്റർ ചെയ്യാൻ 200 രൂപ മതിയായിരുന്നു. അങ്ങനെ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടാണ് ഞാൻ അവിടെ ചെന്ന് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതും പോരുന്നതും. ബാക്കിയൊക്കെ അവരത് കഴിഞ്ഞിട്ട് വിളിക്കാമെന്നുള്ള ഒരു ഇതിൽ ഇങ്ങ് പോകുന്നു. അത് കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞപ്പോഴാണ് അവരെന്നെ വിളിക്കുന്നത്. സെലക്ഷൻ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ വിളിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇവരെന്നെ 6 മാസം കഴിഞ്ഞ് എന്നെ വിളിച്ച് ചെല്ലാൻ പറഞ്ഞു. ജോലിയെന്നല്ല, ഇന്ന കമ്പനിയിലേക്കാണ്. പക്ഷേ ഈ ഏജൻസി പറയുന്ന പോലെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അവർ പറയുന്നുണ്ടായിരുന്നു, ഈ കമ്പനി വന്ന് നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തെല്ലാം ഓക്കെയാണ്, പക്ഷെ അവിടെ ചെന്ന് കയറണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാലതാമസം ഉണ്ടാവും, ഒരു 3 മാസമെങ്കിലും കാലതാമസം എടുക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഓക്കെ ആയിരുന്നു. എന്നാലും 50-50 ആണല്ല. ഞാൻ വളരെ റിസ്ക് എടുത്ത് തന്നെയാണ് ഞാൻ കയറി വന്നത്. പക്ഷേ ഈ 3 മാസം എന്നുള്ളത് 8 മാസത്തോളം എനിക്ക് നീണ്ടു പോകേണ്ടി വന്നു. എന്നാലും 8 മാസം കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ ജോലിക്ക് കയറി. ഈ 8 മാസക്കാലം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സ്ട്രഗിളായിരുന്നു. കാരണം എനിക്ക് ഒരു ആവറേജ് ഫാമിലിയാണ് എൻ്റേത്. അപ്പം ഞാൻ കഷ്ടപ്പെട്ടിട്ട് തന്നെ വേണം കുടുംബം മുന്നോട്ട് പോകാനായിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെയുള്ള കടവും കഷ്ടപ്പാടും എല്ലാം ഉണ്ടായിരുന്നു. അത് പോരാഞ്ഞിട്ടാണ് ഞാൻ കടം വാങ്ങിച്ച് ഞാനിങ്ങ് പോകുന്നത്. പിന്നെ ഇവിടെ വന്നപ്പോൾ 8 മാസക്കാലം വീട്ടിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. അപ്പോൾ ആ കടം കൂടി ഇപ്പം നല്ല കടം കുഞ്ഞുകൂടി കിടക്കുവാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഇപ്പോൾ 8 മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ജോലിക്ക് കയറാൻ പറ്റിയത്. ഇപ്പം ഞാൻ ഓക്കെയാണ്. ഇപ്പം ഞാൻ ഒന്ന് സെറ്റായി വരുവാണ്. അപ്പോൾ ആ ഏജൻസി നമ്മളോട് ഓക്കെ പറഞ്ഞു പെട്ടെന്ന്. അതായത് എനിക്ക് തോന്നുന്നു ക്രൊയേഷ്യ ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് എനിക്ക് വിസ എൻ്റെ അടിച്ച് കൈ കിട്ടി. 3 മന്ത്സിനുള്ളിൽ തന്നെ എനിക്ക് വിസ വർക്ക് പെർമിറ്റ് എനിക്ക് അടിച്ച് കൈ കിട്ടി. ഞാൻ കയറി പോരുകയും ചെയ്തു. ഫുൾ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കാണാം.